തമിഴകത്ത് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുന്നു. രണ്ട് എംപിമാർ കൂടി പനീർസെൽവം ക്യാമ്പിലേക്ക് കൂറുമാറി. ഇതോടെ പനീർസെൽവത്തെ പിന്തുണയ്ക്കുന്ന എംപിമാരുടെ എണ്ണം 7 ഇന്ന് വൈകുന്നേരത്തിനകം ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ സമരം തുടങ്ങാൻ ശശികലയുടെ നീക്കം. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച അതേസമയം DMKയും രംഗത്ത് വന്നു. വിശദാംശങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുന്നതിനിടെ ശശികല ക്യാമ്പിൽ നിന്നും കൂടുതൽ പേർ ചോർന്നു പോകുന്നു. MLA-മാരുടെയൊക്കെ തന്നെ പിന്തുണ പനീർസെൽവം ക്യാമ്പിലേക്ക് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? പനീർസെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂടുതൽ നേതാക്കൾ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. രണ്ട് എംപിമാർ, ഈ തൂത്തുക്കുടി MP ജയ്സിംഗ് ത്യാഗരാജൻ, അതോടൊപ്പം വേലത്തൂർ MP എന്നിവരും പനീർസെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂറുമാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ രണ്ട് MPമാരും ഇതോടൊപ്പം മന്ത്രി പാണ്ഡിരാജനും പനീർസെൽവത്തിന് പരസ്യ പിന്തുണ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടുകൂടി 6 ലോക്സഭാ അംഗങ്ങളും അതോടൊപ്പം ഒരു രാജ്യസഭാ അംഗത്തിന്റെയും 5 MLA-മാരുടെയും പിന്തുണയാണ് പനീർസെൽവത്തിന് ലഭിച്ചത്. 18 MLA-മാരുടെയും എങ്കിലും പിന്തുണ പനീർസെൽവത്തിന് നേടാൻ സാധിച്ചാൽ ഒരുപക്ഷെ DMKയുടെയും കോൺഗ്രസിന്റെയും പിന്തുണ കൂടി ലഭിച്ച് സംസ്ഥാനത്തൊരു സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം പനീർസെൽവത്തിന് ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇതിനുള്ള നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. പനീർസെൽവത്തിന് ഇത്തരം കൂടുതൽ നേതാക്കളുടെ പിന്തുണ ലഭിക്കുന്ന വേളയിലും ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് MLA-മാർക്കൊപ്പം കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടി ശശികല കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു. പക്ഷേ ഇതുവരെയും കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ സമയം അനുവദിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് 4 മണിവരെ സമയത്തിനായി കാത്തു നിൽക്കുന്നു എന്നാണ് ശശികലയുമായി അടുത്ത നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. 4 മണിവരെയും ഇത് സംബന്ധിച്ചൊരു അനുകൂല നിലപാട് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ കടുത്ത പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുമെന്നാണ് ശശികല ക്യാമ്പ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി രാജ്ഭവന്റെ മുന്നിലോ അല്ലെങ്കിൽ ജയലളിതയുടെ സമാധി മണ്ഡപത്തിലോ സത്യാഗ്രഹം ഇരിക്കും ശശികല എന്നും സൂചനകളുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കത്തയച്ചതിന് പിന്നാലെ അണികൾക്ക് മുമ്പാലെ ശശികല പ്രതികരിച്ചതും ഈ ജനാധിപത്യം മാനിച്ചാണ് സംയമനം പാലിക്കുന്നത്. പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ഒപ്പുകളടങ്ങിയ സമ്മതപത്രം ഗവർണർക്ക് നൽകി കഴിഞ്ഞു. എന്നിട്ടും സത്യപ്രതിജ്ഞ നീട്ടിക്കൊണ്ടു പോകുന്നത് ജനാധിപത്യ ദംശനമാണെന്നാണ് ശശികല പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും ഒരു പരസ്യ എതിർപ്പിലേക്ക്, ഗവർണർക്കെതിരെ ഒരു പരസ്യ പോരിലേക്ക് ശശികല ക്യാമ്പ് ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 4 മണിക്ക് ശേഷം ഇത്തരം കടുത്ത നീക്കങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ കരുതേണ്ടത്. പ്രജീഷ്, മനു, വിലപേശലിലേക്കുള്ള ഘട്ടങ്ങൾ എങ്ങനെ പോകുന്നു? പ്രത്യേകിച്ച് MLA-മാരുടെ നിലപാടുകൾ നിർണായകം തന്നെയാണ്. അവിടെ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട്, സുപ്രീം കോടതിയുടെ വിധി വരട്ടെ അതുവരെ കാത്തിരിക്കുക എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇത് സംബന്ധിച്ച് ഗവർണറുടെ മൗനം എത്രത്തോളം അവിടെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുന്നു? ആ നിലയ്ക്ക് തന്നെ എന്തായാലും ഇനി മറ്റൊന്നും നോക്കാതെ സ്വന്തം നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക, ആ നടപടികളിലേക്ക് കടക്കുന്നു ശശികല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന, ഗവർണർക്ക് നൽകിയിരിക്കുന്ന നിയമോപദേശവും ഇത് തന്നെയാണ്. സുപ്രീം കോടതി വിധി, കർണാടക ഹൈക്കോടതി ശശികല ഉൾപ്പെടെ ഉള്ളവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടാണ് വിധിച്ചിരുന്നത്. ഇതിനെതിരെ കർണാടക സർക്കാരാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജി തിങ്കളാഴ്ച ഇക്കാര്യത്തിലൊരു വിധി പ്രസ്താവിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും തിങ്കളാഴ്ചത്തെ കേസുകളുടെ ലിസ്റ്റിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഈ ആഴ്ച തന്നെ ഇക്കാര്യത്തിലൊരു വിധി ഉണ്ടാകും. കർണാടക ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ പക്ഷത്തു നിന്ന് വിധി ഉണ്ടായാൽ സ്വാഭാവികമായും ശശികലയ്ക്ക് ഇത് തിരിച്ചടിയാകും. ഈ ഒരു സാഹചര്യത്തിൽ MLA പോലുമല്ലാത്ത ശശികലയ്ക്ക് പകരം പനീർസെൽവത്തിന് ഒരു സർക്കാർ രൂപീകരണത്തിന് ക്ഷണം നൽകണം എന്നൊരു നിർദ്ദേശമാണ് ഗവർണർക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഈ സുപ്രീം കോടതി വിധി വരുന്നതുവരെ കാത്തു നിൽക്കുക എന്നൊരു നിർദ്ദേശവും ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ പനീർസെൽവത്തെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിച്ചാൽ DMKയുടെ 89 MLA-മാരും പിന്തുണയ്ക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം കോൺഗ്രസിന്റെ 7-ഉം ലീഗിന്റെ 1 MLA പനീർസെൽവത്തിനെ പിന്തുണയ്ക്കും. 18 MLA-മാരെ പിന്തുണയ്ക്കാൻ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് പനീർസെൽവം ക്യാമ്പ് അവകാശം ഉന്നയിക്കുകയും ചെയ്യുന്നു. 5 MLA-മാർ ഇപ്പോൾ പരസ്യമായി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. 117 MLA-മാരാണ്, 117 സീറ്റുകളാണ് ഭൂരിപക്ഷം തെളിയിക്കാനായി ആവശ്യമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ശശികല ക്യാമ്പിൽ നിന്ന് കൂടുതൽ കൂറുമാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പരസ്യ നിലപാടുകൾ ഓരോ മണിക്കൂർ വൈകുന്നതും പനീർസെൽവം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിലേക്കാണ് വഴിവെക്കുക.
ഇത്തരം ഒരു നീക്കം തടയുന്നതിന്റെ ഭാഗമായാണ് പരസ്യ എതിർപ്പുകളും സത്യാഗ്രഹ മാർഗങ്ങളിലേക്കും അവസാന ഘട്ടം എന്നോണം ശശികല ക്യാമ്പ് കടക്കുന്നത്. ഒരു പിൻസീറ്റ് ഭരണത്തിലേക്കും ശശികല ക്യാമ്പ് നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അടുത്ത അനുയായിയായ സെങ്കോട്ടയ്യനെയോ എടപ്പാളി പളനിസ്വാമിയോ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ കഴിഞ്ഞ ദിവസം യോഗത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരമുള്ള നീക്കങ്ങളൊക്കെ നടക്കുമ്പോഴും ഗവർണർ സി വിദ്യാസാഗർ റാവു ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുന്നില്ല. മൗനം തുടരുന്നു എന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. പനീർസെൽവത്തിന് അനുകൂലമാകുന്ന നീക്കങ്ങൾ ഈ മണിക്കൂറുകളിലൊക്കെ പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശരി, വ്യക്തമാണ്. മനുശങ്കനാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോ അക്കാദമി മാനേജ്മെന്റ് പുറമ്പോക്കയ്യേറി നിർമ്മിച്ച മതിൽ റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കുന്നു. മതിൽ പൊളിക്കാൻ അക്കാദമിക്ക് നൽകിയ സമയം അവസാനിച്ചതിനെ തുടർന്ന് റവന്യൂ വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങളുമായി ജിതിൻ ചേരുന്നു. ജിതിൻ, നടപടിയിലേക്ക് കടന്നുവോ? മതിൽ പൂർണ്ണമായും ഏതൊക്കെ ഭാഗങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത് മതിലിന്റെ? ജല അതോറിറ്റിയുടെ പുറമ്പോക്ക് ഭൂമി കയ്യേറി ലോ അക്കാദമി നിർമ്മിച്ച ലോ അക്കാദമിയുടെ പ്രധാന കവാടമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിലാണ് രാവിലെ 10:30 മുതൽ ഈ മതിൽ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. ജല അതോറിറ്റിയുടെ ഈ ഭൂമി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം മുതൽ അകത്തോട്ട് 150 മീറ്ററിലേറെ സ്ഥലം ജല അതോറിറ്റിയുടേതാണ്. ആ സ്ഥലത്തെ നിർമ്മാണങ്ങൾ ലോ അക്കാദമി നിർമ്മിച്ച നിർമ്മിതികൾ മുഴുവൻ അവിടെ നിന്നും പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥലത്ത് നിൽക്കുന്ന മതിലിലാണ് ലോ അക്കാദമിയുടെ ബോർഡും നിലനിൽക്കുന്നത്. ആ ബോർഡും എടുത്തു മാറ്റുകയാണ്. അത് മുറിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒപ്പം ഇന്നലെ വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ മതിൽ പൊളിച്ചു മാറ്റുന്നതിനായി ലോ അക്കാദമി മാനേജ്മെന്റിന് റവന്യൂ വകുപ്പ് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നത്. 24 മണിക്കൂറായിരുന്നു അതിൽ പൊളിച്ചു മാറ്റാനായി റവന്യൂ വകുപ്പ് അധികൃതർ മാനേജ്മെന്റിന് നൽകിയ സമയം. എന്നാൽ ഈ സമയത്തിനുള്ളിൽ ഇന്നലെ രാവിലെ മാനേജ്മെന്റ് ലോ അക്കാദമിയുടെ പ്രധാന കവാടത്തിലെ ഗേറ്റ് മാത്രം ഇളക്കി മാറ്റിയിരുന്നു. എന്നാൽ ഈ ഗേറ്റിന്റെ സ്തൂപങ്ങളോ മതിലോ മാനേജ്മെന്റ് പൊളിച്ചു നീക്കിയിരുന്നില്ല. ഇതിനുള്ള സമയപരിധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഇന്ന് റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ റവന്യൂ അധികൃതർ തഹസിൽദാരുടെ നേതൃത്വത്തിലെത്തിയാണ് മതിൽ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മതിൽ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തി ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു. ഇപ്പോൾ ഗേറ്റ് ഇളക്കി മാറ്റുകയാണ്. ലോ അക്കാദമിയുടെ ക്യാമ്പസിനകത്താണ് ജല അതോറിറ്റിയുടെ ഒരു പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ആ പമ്പ് ഹൗസിലേക്കുള്ള റോഡാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥലം. ഈ റോഡ് 200 മീറ്ററോളം ആ പമ്പ് ഹൗസിലേക്കുള്ള റോഡാണ്. അത്രയും സ്ഥലമാണ് ജല അതോറിറ്റി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ റോഡിന് ആയിരുന്നു ലോ അക്കാദമിയുടെ പ്രധാന കവാടം നിലനിന്നിരുന്നത്. ആ കവാടമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ലോ അക്കാദമിയുടെ ഈ കയ്യേറ്റത്തെക്കുറിച്ചും മറ്റും കണ്ടെത്തിയിരുന്നത്. ആ റവന്യൂ സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മറ്റ് 2 പ്രധാന കണ്ടെത്തലുകളും ഉണ്ടായിരുന്നു. അതായത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ലോ അക്കാദമിക്ക് നൽകിയ ഭൂമിയിൽ ലോ അക്കാദമി വിദ്യാഭ്യാസേതര പ്രവർത്തനങ്ങൾ നടത്തി. അനധികൃതമായി അവിടെ ഹോട്ടലും ബാങ്കും പ്രവർത്തിക്കുന്നു എന്ന കാര്യങ്ങളും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനകൾ റവന്യൂ വകുപ്പ് തുടരുകയാണ്. അതായത് ഹോട്ടലിന്റെ കാര്യത്തിൽ ഹോട്ടൽ ക്യാൻറ്റീനാണ് എന്ന വിശദീകരണമാണ് മാനേജ്മെന്റ് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മാനേജ്മെന്റിന്റെ കൂടെ ഭാഗം കേട്ട ശേഷമായിരിക്കും റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവുക. ഒപ്പം ബാങ്ക് പ്രവർത്തിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാനുള്ള അനുമതി ഈ ബാങ്കിനുണ്ടോ എന്ന കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ഇവ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി എടുക്കുമെന്നാണ് തഹസിൽദാർ നമ്മോട് നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മതിൽ പൊളിച്ചു മാറ്റുന്ന കാര്യത്തിൽ ദ്രുതഗതിയിലുള്ള നടപടി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഈ ഹോട്ടലിന്റെയും ബാങ്കിന്റെയും കാര്യത്തിലും അത്തരത്തിൽ തന്നെ പെട്ടെന്ന് നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ മതിൽ പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ്. തഹസിൽദാർ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. രാവിലെ 10:30 ആരംഭിച്ച മതിൽ പൊളിച്ചു നിൽക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോഴും തുടരുന്നത്. ഒപ്പം ലോ അക്കാദമിയുടെ പ്രധാനപ്പെട്ട ബോർഡും ഇപ്പോൾ എടുത്തു മാറ്റുകയാണ്. പ്രജീഷ്, ജിതിൻ, മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ സാന്നിധ്യം അവിടെ ഉണ്ടോ? മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇക്കാര്യത്തിൽ വിശദീകരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജിതിൻ, പ്രജീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് മതിൽ പൊളിച്ചു മാറ്റാൻ മാനേജ്മെന്റിന് അനുവദിച്ച സമയം അവസാനിച്ചത്. അതിനുശേഷവും മാനേജ്മെന്റ് മതിൽ പൊളിച്ചു മാറ്റാത്തതിൽ പ്രതിഷേധിച്ച് രാവിലെ CPI AIYF പ്രവർത്തകർ ഇങ്ങോട്ട് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. മാനേജ്മെന്റ് മതിൽ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു അവരുടെ മാർച്ച്. എന്നാൽ അതിനുശേഷവും നടപടി ഉണ്ടാകുന്നതിനെ തുടർന്നാണ് അതിനു പിന്നാലെ തന്നെയാണ് റവന്യൂ വകുപ്പ് അധികൃതർ വന്ന് ഈ മതിൽ പൊളിച്ചു മാറ്റിയത്. ഇപ്പോൾ CPI AIYF പ്രവർത്തകർ സ്ഥലത്തുണ്ട്. അതേസമയം തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ആരും തന്നെ ഇതുവരെ പ്രതികരണത്തിന് തയ്യാറായില്ല. ഇന്നലെ ഗേറ്റ് ഇളക്കി മാറ്റിയ സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർ
പ്രതികരണത്തിനായി ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായരുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ നേരിൽ കാണാനായി മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ തയ്യാറായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ റവന്യൂ വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ദ്രുതഗതിയിലുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30യോടുകൂടിയാണ് മാനേജ്മെന്റിന് റവന്യൂ വകുപ്പ് കളക്ടർ മുഖേന നോട്ടീസ് നൽകിയിരുന്നത്. കയ്യേറ്റ ഭൂമിയിലുള്ള നിർമ്മാണങ്ങളെല്ലാം ഒഴിപ്പിക്കണം, പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ്. ഒരു 24 മണിക്കൂർ സമയം അതിനായി മാനേജ്മെന്റിന് അനുവദിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 6:30യോടുകൂടി ആ സമയം അവസാനിച്ചിരിക്കുകയാണ്. തുടർന്നാണ് ഇന്ന് രാവിലെ തന്നെ റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്നും കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കാനുള്ള പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നത്. പ്രജീഷ്, ഇതിനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പനീർശെൽവം മാധ്യമങ്ങളോട് അല്പസമയത്തിനകം സംസാരിക്കും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. പനീർശെൽവം ക്യാമ്പിന് കൂടുതൽ കരുത്ത് പകർന്ന് ഉന്മേഷം പകർന്നുകൊണ്ട് MLA-മാരുടെയും MP-മാരുടെയും പിന്തുണ കൈവരുന്ന 2 MP-മാരാണ് ഇന്നുകൂടി പിന്തുണച്ചുകൊണ്ട് പനീർശെൽവത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. 7 MP-മാരുടെ പിന്തുണ പനീർശെൽവത്തിന് ഉണ്ടായി എന്നത് ഏറെ നിർണായകമായ ചുവടുവയ്പായി ക്യാമ്പ് കരുതുകയാണ്. കൂടുതൽ പ്രവർത്തകരെ പാർട്ടിയിലേക്ക് പനീർശെൽവം പക്ഷത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. PH പാണ്ഡ്യൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ഒക്കെയും ഇപ്പോൾ പനീർശെൽവത്തിനൊപ്പം നിൽക്കുന്നു. ആ കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. ഇന്ന് അതേസമയം ശശികല ക്യാമ്പ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിരാഹാരത്തിലേക്ക് ഇന്ന് കടക്കും. വൈകിട്ട് ഒരു കൃത്യമായ സമയത്തിനകം തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും നിലപാടുണ്ടായില്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് പോകുമെന്നാണ് ശശികല മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടുതൽ MLA-മാർ ഒപ്പമുണ്ടെങ്കിലും സമയം കൂടുതൽ നീണ്ടുപോകുന്നത് ശശികല ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സമയം നീണ്ടാൽ കൂടുതൽ MLA-മാർ OPS-ന്റെ പക്ഷത്തേക്ക് OPS പക്ഷത്തേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ നിർണായകമായ കാഴ്ചയാണ്. എന്തായാലും പ്രതിരോധത്തിലാകുന്ന ശശികല ക്യാമ്പിന് കൂടുതൽ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ MLA-മാരും MP-മാർ ഒപ്പം നിൽക്കുന്ന MLA-മാരും MP-മാരും ഒക്കെയാണ് ഇപ്പോൾ സമ്മേളനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. PH പാണ്ഡ്യൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മാധ്യമങ്ങളോട് സംസാരിക്കും. അല്പസമയത്തിനകം പനീർശെൽവം തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കും. ഇന്ന് ഈ ദിനത്തിലുണ്ടാകാൻ പോകുന്ന നിർണായക നീക്കങ്ങൾ സംബന്ധിച്ച് പനീർശെൽവം തന്നെ മാധ്യമങ്ങളോട് അല്പസമയത്തിനകം തന്നെ പനീർശെൽവം മാധ്യമങ്ങളോട് സംസാരിക്കും. അതിലേക്ക് മടങ്ങിയെത്താം. മറ്റ് വാർത്തകൾ പരിശോധിച്ച ശേഷം കേരളത്തെ കൂടുതൽ വികസനോന്മുഖമാക്കാനും ഡിജിറ്റൽ സംസ്ഥാനമാക്കാനും പ്രവാസികളുടെയും അറബ് ലോകത്തിൻ്റെയും നിക്ഷേപം ക്ഷണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിൽ നടന്ന ബഹ്റൈൻ കേരള ബിസിനസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബഹ്റൈനിൽ നിന്നും T ജമാലുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബഹ്റൈൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിലാണ് ബഹ്റൈൻ കേരള ബിസിനസ് ഫോറം സംഘടിപ്പിച്ചത്. ബഹ്റൈൻ വ്യവസായ മന്ത്രി സയ്യിദ് അൽ സയാനി, ബഹ്റൈൻ ചേംബർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ചെയർമാൻ ഖാലിദ് അൽ മൊയ്യദ് എന്നിവരുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ ബിസിനസ് ഫോറത്തിനെത്തി. കേരളത്തിന്റെ നിക്ഷേപ അവസരങ്ങൾ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തികച്ചും നിക്ഷേപ സൗഹൃദമായ സമീപനമാണ് കേരളത്തിനുള്ളതെന്ന് പറഞ്ഞു. കേരളത്തിൽ മുതൽ മുടക്കാൻ അദ്ദേഹം വ്യവസായികളെ ക്ഷണിച്ചു. Come to Kerala and invest with us. We have a lot of opportunities for investments in multiple fields. We welcome all investments that are beneficial to the economy and the environment alike. A renewed Kerala now beckons you, one which is on the cusp of a new era. A Kerala which is once again the land of opportunity and partner with us in a new voyage of mutual prosperity.
മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് ബിസിനസ് ഫോറത്തിൽ മോഡറേറ്ററായി. ബഹ്റൈനിലെ ഇന്ത്യക്കാരായ വ്യവസായികളും ഫോറത്തിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ അലോക് കുമാർ സിൻഹ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, വ്യവസായികളായ MA യൂസഫലി, ഡോക്ടർ രവി പിള്ള, വർഗീസ് കുര്യൻ, മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി, BCCI ഫസ്റ്റ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സയാനി, BCCI ബോർഡ് മെമ്പർ ഖാലിദ് അൽ അമീൻ, ഡോക്ടർ ഷെരീഫ് എം സഹദുള്ള തുടങ്ങി നിരവധി പേർ ബിസിനസ് ഫോറത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. പ്രവാസികളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിൽ കേരളീയ സമാജം ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങളിലും കൈത്താങ്ങായി സർക്കാർ കൂടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസികളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. പ്രവാസികൾക്ക് നിയമസഹായം, ജോലി നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രവാസികളുടെ മറ്റനേകം പ്രശ്നങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഓരോന്നോരോന്നായി സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നാട്ടിലേക്ക് വരുന്നവരെ നല്ല രീതിയിൽ പുനരുദ്ധരിപ്പിക്കാനുള്ള ശ്രദ്ധയുണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി മീര സിസോദിയ, മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി, സംഘാടക സമിതി കൺവീനർ CV നാരായണൻ, കേരളീയ സമാജം സെക്രട്ടറി വീരമണി, വിവിധ സംഘടനാ ഭാരവാഹികളായ KM മഹേഷ്, SV ജലീൽ, ബിജു മലയൽ, രാജു കല്ലുംപുറം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആയിരക്കണക്കിന് പേരാണ് മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകാനായി കേരളീയ സമാജത്തിലെത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ബഹ്റൈനിൽ ആവേശമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഓരോ പരിപാടികളിലും വൻ ജനക്കൂട്ടമാണ് എത്തുന്നത്. ഉജ്ജ്വലമായ സ്വീകരണമാണ് ബഹ്റൈൻ ഭരണകൂടവും മുഖ്യമന്ത്രിക്ക് ഒരുക്കിയിട്ടുള്ളത്. ബഹ്റൈനിൽ നിന്നും T ജമാലുദ്ദീന്റെ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ ജനകീയ നായകന് ഉജ്ജ്വലമായ വരവേൽപ്പാണ് ബഹ്റൈൻ നൽകുന്നത്. പങ്കെടുക്കുന്ന ഓരോ പരിപാടികളിലും വൻ ജനാവലി മുഖ്യമന്ത്രിയെ കാണാനും പ്രസംഗം കേൾക്കാനുമെത്തി. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ മോട്ടോർക്കേഡ് അകമ്പടിയോടെ ബഹ്റൈൻ ഭരണകൂടവും ആതിഥ്യം പ്രകടമാക്കി. ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയും കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും മുഖ്യമന്ത്രി പിണറായി വിജയന് തങ്ങളുടെ കൊട്ടാരത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഒരുക്കിയ പരിപാടികളിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആവേശമായിരുന്നു. 10,000-കണക്കിന് പേരാണ് 2 ദിവസങ്ങളിൽ ഇവിടെ നടന്ന പരിപാടികളിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. ബഹ്റൈൻ സർക്കാരിന്റെ മോട്ടോർക്കേഡിന്റെ അകമ്പടിയോടെ പോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ വഴിയോരങ്ങളിലും ജനങ്ങൾ കാത്തുനിന്നു. ഇതാദ്യമായാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് പ്രവാസ ലോകത്ത് ഇത്ര ഉജ്ജ്വലമായ സ്വീകരണം ലഭിക്കുന്നത്. ഒരു രാഷ്ട്രത്തലവൻ നൽകുന്ന അതേ സ്വീകരണമാണ് ബഹ്റൈൻ ഭരണകൂടം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയത്. ബഹ്റൈനിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികൾക്ക് വലിയ അംഗീകാരം കൂടിയായി ഇത്. അനിൽ തിരൂരിനും ക്യാമറമാൻ പ്രമോദ് തിരൂരിനുമൊപ്പം ബഹ്റൈനിൽ നിന്ന് T ജമാലുദ്ദീൻ. ബഹ്റൈനിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ച രാഷ്ട്രത്തലവന് ലഭിക്കുന്ന സ്വീകരണം. ക്രൗൺ പ്രിൻസ് ഒരുക്കിയ അത്താഴ വിരുന്നിൽ ശ്രദ്ധേയമായത് അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത കേക്ക്. ഇന്ത്യയോടും കേരളത്തോടുമുള്ള ആദരവ് വ്യക്തമാക്കി ഒരുക്കിയ ത്രിവർണ്ണമുള്ള കേക്കും കഥകളി ആലേഖനം ചെയ്ത കേക്കും ശ്രദ്ധേയമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റിൻ സന്ദർശനം ചരിത്ര സംഭവമായപ്പോൾ ആദരിക്കപ്പെട്ടത് കേരളവും മലയാളികളുമാണ്. ഇതാദ്യമായാണ് ഇത്രയും മുതിർന്ന തലത്തിൽ കേരളവും ബഹ്റിനും തമ്മിൽ ആശയവിനിമയം നടക്കുന്നത്. രാജാവും പ്രധാനമന്ത്രിയും ക്രൗൺ പ്രിൻസും മുഖ്യമന്ത്രിയുമായും കേരള പ്രതിനിധി സംഘവുമായും പ്രത്യേകം ആശയവിനിമയം നടത്തി. ബഹ്റിൻ ചരിത്രത്തിൽ ഇത്രയും വിസ്തൃതമായ കൂടിക്കാഴ്ചകൾ മൂവരും നടത്തിയിട്ടില്ല. ബഹ്റിൻ ഭരണകൂടത്തിന്റെ സ്ഥാനക്രമത്തിൽ രാജാവിനും പ്രധാനമന്ത്രിക്കും തൊട്ടുനിൽക്കുന്ന സ്ഥാനമാണ് ക്രൗൺ പ്രിൻസിന്റേത്. സുപ്രധാന ഭരണ തീരുമാനമുണ്ടാക്കുന്ന ക്രൗൺ പ്രിൻസ് കോർട്ടിന്റെ അധിപനും ബഹ്റിൻ രാജാവിന്റെ പുത്രനുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സെയ്ദ് കേരള മുഖ്യമന്ത്രിക്കും പ്രതിനിധി സംഘത്തിനും സന്ദർശനത്തിന്റെ സമാപന ദിവസം വിരുന്നൊരുക്കി. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തെയും ആശ്ചര്യപ്പെടുത്തുന്ന ഊഷ്മളതയും സൌഹാർദ്ദവുമാണ് വിരുന്നിലുണ്ടായത്. പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ആദരിച്ചുകൊണ്ട് അരിവാൾ ചുറ്റികയും ലാൽസലാമും ആലേഖനം ചെയ്ത കേക്കായിരുന്നു വിരുന്നിന്റെ മുഖ്യ ആകർഷണം.
ഇന്ത്യയോടുള്ള ബഹ്റിൻ ആദരവ് വ്യക്തമാക്കുന്ന ത്രിവർണ്ണ നിറത്തിലുള്ള കേക്കും കഥകളി ചിത്രം ആലേഖനം ചെയ്ത കേക്കും സ്നേഹോഷ്മളതയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതായിരുന്നു. ബഹ്റിനിലെ മുതിർന്ന മന്ത്രിമാർ മുഖ്യമന്ത്രിക്കൊപ്പം കേക്കിനടുത്ത് നിന്ന് ഫോട്ടോയെടുത്തു. മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് സന്ദർശിച്ചപ്പോൾ അണികൾ മുദ്രാവാക്യം വിളിച്ചതിനെ വിമർശിച്ച് മാധ്യമ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഈ സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്നുറപ്പാണ്. വിരുന്നിനിടെ ക്രൗൺ പ്രിൻസ് കോർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റർ മുഖ്യമന്ത്രി ക്രൗൺ പ്രിൻസിന് സമർപ്പിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉറപ്പു കൈമാറി. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, നളിനി നെറ്റോ, ജോൺ ബ്രിട്ടാസ്, എം എ യൂസഫ് അലി, രവി പിള്ള, വർഗീസ് കുര്യൻ, സോമൻ ബേബി, അഷ്റഫ് അലി തുടങ്ങിയവരും വിരുന്നിൽ പങ്കെടുത്തു. ബഹ്റിൻ സന്ദർശനവേളയിൽ ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രി സയ്യിദ് അൽ സയാനി മുഖ്യപ്രഭാഷണം നടത്തിയ ബഹ്റിൻ കേരള വ്യവസായ നിക്ഷേപക സമ്മേളനവും കൌതുകകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കേരള വിദേശ വ്യവസായികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു മോഡറേറ്റർ. ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രിയുടെ മുതുമുത്തച്ഛന് ഇന്ത്യയുമായുള്ള ബന്ധം ജോൺ ബ്രിട്ടാസ് വിവരിച്ചത് മന്ത്രിയുടെ കണ്ണ് നനയിച്ചു. ബ്രിട്ടീഷുകാരാൽ നാട് കടത്തപ്പെട്ടയാളായിരുന്നു ബഹ്റിൻ മന്ത്രിയുടെ മുതുമുത്തച്ഛൻ. പ്രവാസവാസത്തിന് അദ്ദേഹം തെരഞ്ഞെടുത്തത് ബോംബെയായിരുന്നു. ബോംബെയിൽ വന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ കേസ് നടത്തി. അദ്ദേഹത്തിനായി കേസ് വാദിച്ചതാകട്ടെ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും. കേസിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ നിന്നുള്ള ഈയേട് ജോൺ ബ്രിട്ടാസ് അനുസ്മരിച്ചപ്പോൾ ബഹ്റിൻ മന്ത്രിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്.